നിർമ്മാണത്തിലെ അപാകത ആശങ്കയായി തുടരുകയാണ്. ഇന്നും വിവിധയിടങ്ങളിൽ വിള്ളലും മണ്ണിടിച്ചിലും കണ്ടു. എവിടെയൊക്കെയാണ് പ്രശ്നമുണ്ടായത് എന്ന് നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. കാസർഗോഡ് മുതൽ തുടങ്ങാം. കാസർഗോഡ് നിന്നും നമ്മൾ ചേവായൂർ വരെയാണ് ഈ റിപ്പോർട്ടിന്റെ AR മാപ്പിൽ പ്രേക്ഷകർക്ക് കാണാം ഏതൊക്കെ ഇടങ്ങളിലാണ് ദേശീയപാത 66-ൽ മണ്ണിടിച്ചിലുണ്ടായതും വിള്ളൽ വീണിരിക്കുന്നത് എന്നുള്ളതുമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് കാസർഗോഡ് നിന്ന് തുടങ്ങിയാൽ കാസർഗോഡ് മാവുങ്കൽ കല്യാൺ റോഡിലാണ് കൂളിയങ്കലിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടത്. കാസർഗോഡ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന മാവുങ്കൽ കല്യാൺ റോഡിന് സമീപം വിള്ളൽ കണ്ടെത്തി. ഏകദേശം 53 മീറ്റർ നീളത്തിലും അതേസമയം തന്നെ 4.10 മീറ്റർ വീതിയിലുമാണ് വിള്ളൽ രൂപപ്പെട്ടത്. വിള്ളൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് 100 മീറ്റർ ദൂരം മാറി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തും വിള്ളൽ കണ്ടെത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം കണ്ടെത്തിയത് കാസർഗോഡ് ഈ ഭാഗത്താണ്. അതിനുശേഷം അതായത് നേരത്തെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ചു ദൂരം മാറിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം കണ്ടത് മാവുങ്കൽ കല്യാൺ റോഡിന് സമീപം ആണ് വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ അതിന് തൊട്ടടുത്ത് 200 മീറ്റർ മാത്രം ദൂരം മാറി മറ്റൊരു ഭാഗത്തും വിള്ളൽ കണ്ടു. അതാണ് കാഞ്ഞങ്ങാട് കൂളിയങ്കാലിൽ സർവീസ് റോഡ് ഇടിഞ്ഞു വീഴുന്ന കാഴ്ചയും ഇന്ന് കണ്ടു. റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലാണ് ഇടിഞ്ഞു വീഴുകയും ചെയ്തത്. കാസർഗോഡ് മാവുങ്കൽ കൂളിയങ്കാലാണ് ആദ്യം വിള്ളലുണ്ടായത്. അതിനുശേഷം കാഞ്ഞങ്ങാട് കൂളിയങ്കാലിൽ സർവീസ് റോഡ് ഇടിഞ്ഞു വീണ് അവിടെയും ഗതാഗത തടസ്സമുണ്ടാവുന്നതും നമ്മൾ കണ്ടു. ഇനി നമ്മൾ കണ്ണൂരിലേക്ക് പോയാൽ കണ്ണൂരിൽ തളിപ്പറമ്പിൽ കുപ്പം എന്ന സ്ഥലത്താണ് ദേശീയപാതയ്ക്ക് സമീപം വ്യാപക മണ്ണിടിച്ചിൽ ഉണ്ടായത്. ആ വ്യാപക മണ്ണിടിച്ചിൽ ആരോപിച്ചുകൊണ്ടാണ് ആ പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധവുമായി തീരുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം കണ്ണൂരിൽ കുപ്പം ഭാഗത്ത് വലിയ പ്രതിഷേധം ഇന്നുണ്ടായിരുന്നു. ദേശീയപാതയിൽ നിന്നുള്ള മണ്ണ് വീടുകളിലേക്ക് വ്യാപകമായി എത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപ്പോൾ കാസർഗോഡ് നമ്മൾ കണ്ടു, കണ്ണൂരിലും നമ്മൾ കണ്ടു. ഇനി മലപ്പുറത്തേക്ക് എത്തിയാൽ മലപ്പുറത്ത് കൂരിയാടാണ് നമ്മളെയൊക്കെ നടുക്കിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ദേശീയപാത പിളരുകയും ചെയ്തത്. പൻവേൽ കന്യാകുമാരി ദേശീയപാത 66-ൽ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം ഈ കൂരിയാട് ഭാഗത്ത് ഏകദേശം 80% ആണ് ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 80% നിർമ്മാണം പൂർത്തിയാക്കിയ ഭാഗത്താണ് മണ്ണിടിഞ്ഞ് റോഡ് തകർന്നത്. തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് യാത്രക്കാർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. റോഡിന് താഴെയുള്ള മണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് റോഡ് തകരാൻ ഇടയാക്കിയത് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. വിശദമായി പഠിച്ചതിനു ശേഷം ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് കൈമാറുമെന്ന് വിദഗ്ധ സംഘാംഗം ഡോക്ടർ ജിമ്മി തോമസ് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ഥലത്ത് കൂരിയാട് നിന്നും തൊട്ടടുത്ത് ഏകദേശം 6.8 കിലോമീറ്റർ അകലത്തിലേക്ക് എത്തിയാൽ ഉള്ള സ്ഥലമാണ് തലപ്പാറ എന്ന് പറയുന്നത്. അത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. കൂരിയാട് നിന്നും 6.8 കിലോമീറ്റർ മാറി അടുത്ത പ്രധാനപ്പെട്ട സ്ഥലം തലപ്പാറ. ചൊവ്വാഴ്ച രാവിലെയാണ് തലപ്പാറയിൽ നമ്മൾ വിള്ളൽ കണ്ടത്. അപ്പോൾ നേരത്തെ കണ്ട കൂരിയാട് എന്ന് പറയുന്ന സ്ഥലം, കൂരിയാട് നിന്നും 6.8 കിലോമീറ്റർ അകലെയുള്ള തലപ്പാറ എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്ന് വീണ്ടും തൊട്ടടുത്ത് കിടക്കുന്ന എടരിക്കോട് മമ്മാലിപ്പടി കൂരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 9 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മലപ്പുറത്തെ മൂന്നാമത്തെ പ്രദേശമാണ്. അപ്പോൾ കൂരിയാട്, തലപ്പാറ, എടരിക്കോട് എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിൽ അടുത്തടുത്ത് വിള്ളലുകൾ രൂപപ്പെട്ടിരുന്നു. ഇനി ഇതുകൊണ്ടും തീരുന്നില്ല. തൃശ്ശൂരിലേക്ക് എത്തിയാൽ മണത്തല എന്ന് പറയുന്ന സ്ഥലത്തും ദേശീയപാതയിൽ വിള്ളൽ വീണത് നമ്മൾ കണ്ടു. തൃശ്ശൂരിൽ എവിടെയാണ് കണ്ടത്? തൃശ്ശൂരിൽ മണത്തലയാണ്. മണത്തല മേൽപ്പാലത്തിന് മുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. ടാറിംഗ് പൂർത്തിയായ റോഡിൽ 50 മീറ്ററിലേറെ ദൂരം വലിയ വിള്ളൽ കാണുകയായിരുന്നു തൃശ്ശൂർ ചാവക്കാട് ഭാഗത്ത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിള്ളൽ കണ്ടെത്തിയ ഭാഗത്ത് അധികൃതരെത്തുകയും അവർ പിന്നീട് അവിടെ താറിട്ട് താൽക്കാലികമായി അടയ്ക്കാൻ ശ്രമിക്കുകയും ഒക്കെയായിരുന്നു. ഇതിനെതിരെ പ്രദേശവാസികളും രംഗത്തെത്തി. അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മാണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് കാണാം തൃശ്ശൂരിൽ ചാവക്കാട് ഉള്ള ഒരു ഭാഗം പ്രേക്ഷകർക്ക് കാണാം. ഈ ചാവക്കാടുള്ള ഭാഗം മണത്തല എന്ന ഭാഗമാണ്. അതേപോലെ മലപ്പുറം ഭാഗത്ത് 3 ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും മണ്ണിടിഞ്ഞിരിക്കുന്നത്. കൂരിയാട് ഭാഗത്ത്, അതേപോലെ തലപ്പാറ ഭാഗത്ത്, മമ്മാലിപ്പടി എന്ന് പറയുന്ന ഭാഗത്ത്. കണ്ണൂർ ജില്ലയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ കുപ്പം എന്ന് പറയുന്ന ഭാഗത്താണ് ഈ പറയുന്ന മണ്ണിടിച്ചിലുണ്ടായത്. കാസർഗോഡ് ആണെങ്കിൽ മാവുങ്കൽ കൂളിയങ്കാവ് കല്യാൺ റോഡിലാണ് മണ്ണിടിച്ചിലും ഈ വിള്ളലും രൂപപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ പലയിടങ്ങളിലായിട്ടാണ് മണ്ണിടിച്ചിലുണ്ടാവുകയോ അതല്ലെങ്കിൽ റോഡിന് നടുമധ്യത്തിലായി വിള്ളലുണ്ടാവുകയോ കാണുന്നത്. അതും 80% നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്ന സ്ട്രെച്ചുകളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ആശങ്കപ്പെടുത്തുന്നത്. ഒരൊറ്റ ദിവസത്തെ മഴയിലാണ് ദേശീയപാതയിൽ വ്യാപകമായ രീതിയിലുള്ള വിള്ളലുകൾ കണ്ടെത്തിയിരിക്കുന്നത്.